ഇപ്പോൾ ഒരു കമ്പനി നമ്മുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ ബിസിനസ് പ്രോസസ്സിനെ പ്രൊഫഷണലായും പ്രോഫിറ്റബിളായും മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഡിസ്കഷൻ നടക്കുമ്പോൾ നമ്മൾ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി മെത്തഡോളജി ഇംപ്ലിമെന്റ് ചെയ്യാനാണ്. 5S അല്ലെങ്കിൽ GMP ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്, അല്ലെങ്കിൽ GLP ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ്, അതുകൂടാതെ Kanban, TPM, TQM, ലീൻ മാനുഫാക്ചറിംഗ്, 6 സിഗ്മ, ഇങ്ങനെ ഒരുപാട് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഇതിലേത് ഇംപ്ലിമെന്റ് ചെയ്താലും ആദ്യം ചെയ്യേണ്ടത് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ഇത് ബേസിക്കലി നമ്മുടെ പ്രോസസ്സിനെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ കോംപ്ലക്സിറ്റീസ് ഒക്കെ മാറ്റി വെച്ചാൽ അതിന്റെ ബേസിക് തത്വം ഇതാണ്. നമ്മുടെ എൻറ്റയർ ബിസിനസ് പ്രോസസ്, അത് പർച്ചേസിൽ തുടങ്ങി R&D, പ്രോസസ്സിംഗ്, അത് പല സ്റ്റേജ് പ്രോസസ്സിംഗ് ആയിരിക്കും, ക്വാളിറ്റി, മാർക്കറ്റിംഗ്, സെയിൽസ്, അക്കൗണ്ട്സ്, ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും നടക്കുന്ന പ്രോസസ്സിനെ അതിന്റെ ഫണ്ടമെന്റൽ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫയൽ അപ്രൂവൽ വാങ്ങിച്ചു എന്ന് മാത്രം പറയാതെ ആ അപ്രൂവൽ പ്രോസസ്സിനെ ഡീറ്റെയിൽ ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആദ്യം ഇന്ന ഒരു ടേബിളിൽ ഇന്ന ഒരാൾ ആ ഫയൽ കാണുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിന്റെ ഒരു പെർട്ടിക്കുലർ ഭാഗമാണെങ്കിൽ അത് അപ്രൂവ് ചെയ്യുന്നു, അടുത്ത ടേബിളിലേക്ക് പോകുന്നു, അവിടെ മറ്റൊരു ഭാഗം ആ വ്യക്തി മറ്റൊരു ആംഗിളിൽ നിന്ന്, മറ്റൊരു സ്പെഷ്യലിസ്റ്റ് ആണല്ലോ, അയാൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നു, ആ ഭാഗം അപ്രൂവ് ചെയ്യുന്നു, എന്നിങ്ങനെ ഓരോ ഫണ്ടമെന്റൽ സ്റ്റെപ്സും ലിസ്റ്റ് ഔട്ട് ചെയ്യുക.